ഒരു നിമിഷം ജീവിതം നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ നേരിടണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതായി മാറണം. പറഞ്ഞു വരുന്നത്, ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഭക്ഷണത്തേക്കാൾ ആവശ്യം വെള്ളം തന്നെയാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യജീവിതം നിശ്ചലമാകും. കർണാടകയിലെ ബാംഗ്ലൂരിൽ ഇപ്പോൾ രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടുകയാണ്. അതായത് വേനൽക്കാലത്തിന്റെ ആദ്യ മാസമായ മാർച്ച് തുടങ്ങിയതേ ഉള്ളൂ. യൂറോപ്യൻ ശീലങ്ങൾ നഗരത്തിലെ ഓരോരുത്തരും ശീലിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ. പൂന്തോട്ടങ്ങളിൽ ഇനി വെള്ളം ഒഴിക്കാൻ പാടില്ല, സ്വന്തം കാറ് പോലും കഴുകാൻ പാടില്ല. ഇനി ഇതൊക്കെ ചെയ്താൽ പിഴ 5000 ആകും. ഏകദേശം 8000-ലധികം കുഴൽ കിണറുകളാണ് വറ്റിക്കഴിഞ്ഞിരിക്കുന്നത്. കാരണം അതീവ രൂക്ഷമായ ഒരു അവസ്ഥയുടെ സൂചനകളാണ് കർണാടക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ഥിര താമസമായവരും അല്ലാത്തവരുടെയും കണക്ക് പ്രകാരം 1,40,00,000 പേരോളം താമസിക്കുന്ന ഒരു നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ പോലുള്ള നഗരത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അതായത് മലയാളികൾ തന്നെ ഏകദേശം ഒരു 10 ലക്ഷത്തിന് മുകളിൽ കാണും അവിടെ. ബാംഗ്ലൂർ എന്ന നഗരത്തിൽ ജീവിക്കാനുള്ള സൗകര്യമാണ് ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നത്. നല്ല കാലാവസ്ഥ, സുന്ദരമായ പ്രദേശം, യൂത്തിന് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. വിദേശികൾക്ക് പോലും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. കച്ചവടത്തിനാകട്ടെ മറ്റ് IT ജോലികളാകട്ടെ ആളുകളെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അവിടുത്തെ സുലഭമായി കിട്ടുന്ന ജീവിത സൗകര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അവിടെ അവസ്ഥ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ നേരിടുകയാണ് അവിടുത്തെ ജനം. പ്രാഥമിക കർത്തവ്യങ്ങൾ ചെയ്യാൻ പോലും ഒരു തുള്ളി വെള്ളം ലഭിക്കാതിരിക്കുക. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിന്റെ വീട്ടിലെ അവസ്ഥ പറഞ്ഞപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റുള്ള നിവാസികളുടെ അവസ്ഥ. ഇത്രയും വലിയൊരു വരൾച്ച ബാംഗ്ലൂർ നേരിടാനുള്ള കാരണം എന്താകും? കാവേരി നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് അവിടുത്തെ ജനജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ നദി വറ്റിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നാണ് ബാംഗ്ലൂരിനെ അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താണ്? അവിടുത്തെ ലേക്കുകളാണ്. അതെല്ലാം ഇപ്പോൾ വറ്റി വരണ്ടോ? ഒന്ന് ആലോചിക്കണം. ഭക്ഷണമില്ലാതെ മനുഷ്യന് കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയും. വെള്ളം കുടിച്ച് വയറ് നിറച്ചാൽ മതിയായി അല്ലെ? പക്ഷെ വെള്ളമില്ലെങ്കിലോ? ഇപ്പോൾ അവിടെ കാണുന്ന അവസ്ഥ, കുടിവെള്ളത്തിന് വേണ്ടി നിരനിരയായി വരുന്ന ടാങ്കർ ലോറികളെ അവരെ തൊഴുതു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന് ആലോചിക്കണം. കേരളം പോലെയല്ല ബാംഗ്ലൂർ. തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ജനജീവിതമാണ് പെട്ടെന്നൊരു നിമിഷം സ്തംഭിച്ചിരിക്കുന്നത്. അതായത് അപ്പാർട്ട്മെന്റുകളാൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശം, അതും അവിടുത്തെ ഭൂരിപക്ഷം അപ്പാർട്ട്മെന്റുകളും ടാങ്കർ ലോറികളെ ആശ്രയിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇതിനെ മുതലെടുക്കുന്ന കുടിവെള്ള മാഫിയകളാണ് ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ കാണാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കുടിവെള്ളം ലഭിക്കാതെ പൊന്നുവില കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറേ ഉള്ളൂ. അതാണ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് ബാംഗ്ലൂരിൽ. അതായത് കുടിവെള്ളം ബാംഗ്ലൂർ നിവാസികൾ പണ്ടും വില കൊടുത്താണ് വാങ്ങാറുള്ളത്. പക്ഷേ സാധാരണ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറിയ ക്യാൻ വെള്ളത്തിന് ഇപ്പോൾ അവര് 10 ഇരട്ടിയാണ് ചാർജ് ആക്കിയിരിക്കുന്നത്. എന്തൊരു കൊള്ളയാണല്ലേ! ജീവൻ നിർത്തേണ്ട ആവശ്യകത അനിവാര്യമായതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ജനത കൊള്ളയായ വിലയ്ക്ക് വെള്ളം വാങ്ങി ശേഖരിച്ചു വെക്കുകയാണ് ഇപ്പോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ പോലും പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ഒരു അവസ്ഥ. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി തോന്നിയേക്കാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു അവസ്ഥ തരണം ചെയ്യുക അതിസാഹസികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഇത്രയും കൂടിയ വിലയ്ക്ക് വെള്ളം വാങ്ങുവാൻ അവിടുത്തെ ജനം നിർബന്ധിതരാവുകയാണ്. ഈ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബാംഗ്ലൂർ. അതുകൊണ്ടാണ് അവിടുത്തെ പ്രദേശം വളരെ തണുത്ത കാലാവസ്ഥ പ്രദേശമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എത്ര നല്ല കാലാവസ്ഥ പ്രദേശമാണെങ്കിലും വെള്ളമില്ലെങ്കിൽ പ്രതിസന്ധിയാണ് അല്ലെ? ഈ മൺസൂൺ മഴ പെയ്യാത്തത് കൊണ്ട്, ഈ എൻലിനോ പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വരൾച്ച അവിടെ നേരിടുന്നത്. ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ ഒരുപാട് പണക്കാർ താമസിക്കുന്ന പ്രദേശമാണ്.
ഇവിടെ ഇനി എത്ര ക്യാഷ് കൊടുത്താൽ തയ്യാറാണെങ്കിലും വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി വെള്ളം കിട്ടുക ആണെങ്കിൽ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥയിലുമാണിപ്പോൾ. കോവിഡ് മഹാമാരി വന്നപ്പോൾ ജനങ്ങൾ സ്തംഭിച്ചു നിന്നതിനേക്കാളും കഷ്ടമാണ് ഇപ്പോൾ ബാംഗ്ലൂർ ജനത നേരിടുന്നത്. അവിടെ സ്കൂളുകൾ അടച്ചു തുടങ്ങി. അതുപോലെ മറ്റൊന്ന്, ഓഫീസുകൾ പലതും വർക്ക് ഫ്രം ഹോം ആക്കി തുടങ്ങി. പിന്നെ കർണാടക സർക്കാർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ വെള്ളം എത്തിക്കുന്നതിലും അവർക്ക് ആവശ്യം കർണാടകയിലെ മറ്റു പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കർണാടക സ്വദേശികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കുക എന്നതാണ്. കാരണം ബാംഗ്ലൂർ സിറ്റിയിൽ ഭൂരിപക്ഷവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് എന്ന് പറഞ്ഞാൽ കർണാടക വോട്ടേഴ്സ് അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ള വെള്ളം കർണാടക സ്വദേശികളിലേക്ക് മാത്രം തിരിച്ചുവിടുന്ന ഒരു പരാതികൾ വരെ ഉയരുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് സർക്കാരിന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നേരിടാൻ പോകുന്ന മറ്റൊരു വെല്ലുവിളി എന്തെന്നാൽ ടൂറിസ്റ്റുകൾ ഒരുപാട് സന്ദർശിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ടൂറിസ്റ്റിന്റെ വരവ് ക്രമാതീതമായി കുറയുകയും ചെയ്യും. സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു പ്രതിസന്ധി നഗരം നേരിട്ട് കാണിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ബാംഗ്ലൂരിൽ ചെന്നാൽ വിദേശ രാജ്യത്ത് ചെല്ലുന്ന പോലെയാണ് എന്ന് പറയുന്നവരോട് കെട്ടിട സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കാൻ അവിടെ ഇല്ലാതാക്കിയത് സമൃദ്ധമായി കിടന്ന പച്ചപ്പിനെയാണ്. ഇതിലും ഭീകരമായ ഒരു വരൾച്ച നേരിടാൻ ഇനി വരാൻ ഇരിക്കുന്ന വർഷങ്ങളിൽ ബാംഗ്ലൂർ കാണേണ്ടി വരിക തന്നെ ചെയ്യും. അതിനെ നേരിടാൻ ബാംഗ്ലൂർ ഒരുങ്ങുക തന്നെ വേണം. കോടികൾ കൊടുക്കാൻ ഒരുപക്ഷെ ബാംഗ്ലൂർ നിവാസികൾ തയ്യാറാകും. പക്ഷേ വെള്ളമില്ലെങ്കിൽ പണത്തിന് എന്ത് മൂല്യം, അല്ലെ? ഇതിനൊരു അടിയന്തര തീരുമാനം എടുത്തില്ലെങ്കിൽ UAE പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ക്ലൗഡ് സീഡിംഗ്, അതായത് കൃത്രിമ മഴ കർണാടക ഗവൺമെന്റ് ഉടൻ തന്നെ ചെയ്യേണ്ടി വരും. ബാംഗ്ലൂർ പോലുള്ള നഗരത്തെ നിലനിർത്തുന്നത് തന്നെ അവിടുത്തെ IT മേഖലകളാണ്. വെള്ളമില്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? ഇതിനൊരു തീരുമാനം ഉടൻ എടുത്തില്ലെങ്കിൽ ജനങ്ങൾ മെല്ലെ ഇവിടം വിട്ട് പോകുന്ന കാഴ്ചകൾ ബാംഗ്ലൂർ കാണേണ്ടി വരുമെന്ന് തീർച്ചയാണ്.